നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ കേരളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസം ചിങ്ങം രാശിയെ പറ്റിയാണ്. 2026 ഏപ്രിൽ മാസം ചിങ്ങം രാശിക്കാർക്ക് തികച്ചും വിപരീതമായ രണ്ട് അനുഭവങ്ങളാണ് നൽകുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ 8ാം ഭാവത്തിലെ അഷ്ടമശനിയും ഏപ്രിൽ 2 മുതൽ അവിടെ ശനിയോടൊപ്പം ചേരുന്ന അഷ്ടമ ചൊവ്വയും കടുത്ത വെല്ലുവിളികൾ ഉയർത്തും. നിങ്ങളുടെ യോഗകാരകനായ ചൊവ്വ ദുർബല സ്ഥാനത്ത് നിൽക്കുന്നത് അപ്രതീക്ഷിത തടസ്സങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമായേക്കാം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഏപ്രിൽ 14 നിങ്ങളുടെ രാശാധിപനായ സൂര്യൻ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ എത്തുന്നതോടെ കാർമേഘങ്ങൾ മാറി വെളിച്ചം പരക്കുന്നത് പോലെ ജീവിതം മാറും. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്താകും. കൂടാതെ ഏപ്രിൽ 19 10ാം ഭാവാധിപനായ ശുക്രൻ സ്വന്തം രാശിയിൽ 10ാം ഭാവത്തിലെത്തുന്നത് തൊഴിൽ രംഗത്ത് ഉന്നത പദവിയും പ്രശസ്തിയും നൽകും. ആദ്യ പകുതി ക്ഷമയോടെ നേരിട്ട 2ാം പകുതിയിൽ രാജയോഗം നിങ്ങളെ തേടിയെത്തും. ഏപ്രിൽ ആദ്യ പകുതിയിൽ ഓഫീസിലെ അന്തരീക്ഷം അല്പം കലുഷിതമായിരിക്കും. 8ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാതെ വരികയോ മേലധികാരികൾ അനാവശ്യ കുറ്റപ്പെടുത്തുകയോ ചെയ്തേക്കാം. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ കരുനീക്കം നടത്താൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ജോലിമാറ്റം പോലുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. എന്നാൽ ഏപ്രിൽ 19 10ാം ഭാവാധിപനായ ശുക്രൻ 10ാം ഭാവത്തിൽ സ്വന്തം രാശിയിൽ എത്തുന്നതോടെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം തിളങ്ങാൻ തുടങ്ങും. കർമ്മരംഗത്ത് മാളവ്യ യോഗത്തിന് തുല്യമായ ഫലങ്ങൾ ലഭിക്കും. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. ഏപ്രിൽ 14 മുതൽ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നതിനാൽ വിദേശ അവസരങ്ങളോ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള മാറ്റമോ എളുപ്പത്തിൽ സാധ്യമാകും. ബിസിനസ്സുകാർ മാസത്തിൻ്റെ തുടക്കത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. 7ാം ഭാവത്തിലെ രാഹുവും 8ാം ഭാവത്തിലെ ശനി ചൊവ്വ സംയോഗത്തിൽ നിൽക്കുന്നതും പങ്കാളികളുമായി കടുത്ത തർക്കങ്ങൾക്കോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയുണ്ടാക്കുന്നു. രേഖകൾ കൃത്യമായി വായിക്കാതെ കരാറുകളിൽ ഒപ്പിടരുത്. ഏപ്രിൽ 19 ശേഷം 10ാം ഭാവാധിപനായ ശുക്രൻ്റെ സ്വക്ഷേത്ര ബലം ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടം നൽകും. ഫാഷൻ, മീഡിയ, ആഭരണങ്ങൾ, വാഹനങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭം കൊയ്യാം. നിങ്ങളുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിക്കുകയും പുതിയ ഉപഭോക്താക്കൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. 8ാം ഭാവത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായി നിങ്ങളെ തളർത്താത്ത ഗ്രഹം ലാഭസ്ഥാനത്ത് അതിശക്തനായി നിൽക്കുന്ന വ്യാഴമാണ്. ഏപ്രിൽ മാസം മുഴുവൻ വരുമാനത്തിൽ കുറവുണ്ടാകില്ല. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും. എങ്കിലും ധനാധിപനായ ബുധൻ ഏപ്രിൽ 11 മുതൽ 8ാം ഭാവത്തിൽ നീചാവസ്ഥയിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ആശയവിനിമയ തകരാറുകൾ സംഭവിക്കാം. പണം കൈമാറുമ്പോൾ 2 തവണ പരിശോധിക്കുക. ഏപ്രിൽ 14 ശേഷം സർക്കാർ കാര്യങ്ങളിൽ നിന്നോ ടെൻഡറുകളിൽ നിന്നോ ഉള്ള ലാഭം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തും. മാസത്തിൻ്റെ ആദ്യ 2 ആഴ്ചകളിൽ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത വേണം. 8ാം ഭാവത്തിലെ ശനി ചൊവ്വ സംയോഗം അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ നടുവേദന എന്നിവയ്ക്ക് കാരണമായേക്കാം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ജന്മരാശിയിലെ കേതു അമിതമായ മാനസിക ഉത്കണ്ഠയ്ക്കും ആശയക്കുഴപ്പത്തിനും കാരണമാകും. ഏപ്രിൽ 14 രാശാധിപനായ സൂര്യൻ ഉച്ചാവസ്ഥയിൽ എത്തുന്നതോടെ നിങ്ങളുടെ പ്രതിരോധശേഷി അത്ഭുതകരമായി വർദ്ധിക്കും. പഴയ രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടും. ഈശ്വരാനുഗ്രഹം നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും. 7ാം ഭാവത്തിലെ രാഹുവും 7ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ പാവഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നതും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. അമിതമായ ക്ഷമ ശീലിക്കുകയും തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. 9ാം ഭാവാധിപനായ ചൊവ്വ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തിലും അദ്ദേഹവുമായുള്ള ബന്ധത്തിലും മാസ ആദ്യ പകുതി വരെ ശ്രദ്ധ വേണം. ഏപ്രിൽ 14 ശേഷം സൂര്യൻ ഉച്ചസ്ഥനാകുന്നതോടെ ഈ സാഹചര്യങ്ങൾ മെച്ചപ്പെടും. 11ാം ഭാവത്തിലെ വ്യാഴം മക്കൾ വഴി ശുഭവാർത്തകൾ കേൾക്കാൻ ഇടയാക്കും. 5ാം ഭാവാധിപനായ വ്യാഴം ലാഭസ്ഥാനത്ത് നിന്ന് 5ാം ഭാവത്തിലേക്ക് നോക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച ഏകാഗ്രതയും പഠനത്തിൽ ഉന്നത വിജയവും നൽകും. 4ാം ഭാവാധിപനായ ചൊവ്വ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും ശ്രമിക്കുന്നവർക്ക് ഏപ്രിൽ 14 ശേഷമുള്ള സൂര്യൻ്റെ ഉച്ചാവസ്ഥ വലിയ വിജയം സമ്മാനിക്കും. 8ാം ഭാവത്തിലെ ശനി ചൊവ്വ ദോഷങ്ങൾ മാറാനും ഉച്ചസ്ഥനായ സൂര്യൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാനും ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക.
8ാം ഭാവത്തിലെ ദോഷങ്ങൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ചാലിസ ജപിക്കുകയോ സുന്ദരകാന്ഡം വായിക്കുകയോ ചെയ്യുക. രാശാധിപനായ സൂര്യൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുകയും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുകയും ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുക.